മുഴക്കിയത് പ്രകോപിതനാക്കി തൃത്താല സ്വദേശിയായ കാർ യാത്രികനെ ലഹരിക്കേസ് പ്രതിയുടെ ക്രൂരമർദ്ദനം. തൃത്താല VK കടവ് സ്വദേശി ഇർഷാദിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:30യോടെയായിരുന്നു ആക്രമണം. എടപ്പാളിൽ നിന്നും കല്ലുംപുറത്തേക്ക് പോകുന്നതിനിടെ ചങ്ങരകുളത്ത് വെച്ചായിരുന്നു ആക്രമണം. ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി തിരൂരിൽ. ഫാമിലി വെഡിംഗ് സെന്റർ. എടപ്പാളിൽ നിന്നും കല്ലുപുറത്തെ ഭാര്യ വീട്ടിലേക്ക് കുടുംബസമേതം നോമ്പു തുറക്കാൻ യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു സംഭവം. ലഹരി കേസുകളിലടക്കം ഉൾപ്പെട്ട പ്രതി ഇർഷാദിനെ ആക്രമിക്കുകയായിരുന്നു. ഹോൺ മുഴക്കിയതിൽ പ്രകോപിതനായതോടെയാണ് ആക്രമണം നടത്തിയത്. ഇർഷാദും ഭാര്യയും കുഞ്ഞും ഭാര്യ സഹോദരിയുമാണ് കാറിലുണ്ടായിരുന്നത്. ഇർഷാദിന്റെ കാറിന് മുന്നിൽ ഇരുചക്രവാഹനത്തിൽ ഫോണിൽ സംസാരിച്ച പ്രതി യാത്ര ചെയ്യുന്നതിനിടെ പുറകിൽ നിന്നും ഇർഷാദ് ഹോൺ മുഴക്കി. ഇതോടെ പ്രതി പ്രകോപിതനാവുകയും ഇർഷാദിന്റെ സമീപമെത്തി അസഭ്യം പറയുകയും ചെയ്തു. എന്നാൽ സംഭവം കാര്യമാക്കാതെ മുന്നോട്ടു പോയ കാറിനെ 1 കിലോമീറ്ററിലേറെ ദൂരം പിന്തുടർന്ന പ്രതി കാർ ബസ്സിന് പുറകിൽ ബ്രേക്ക് ചെയ്തതോടെ ബൈക്ക് കുറുകെ നിർത്തി ഇറങ്ങി വന്ന ശേഷം ഇർഷാദിനെ മർദ്ദിക്കുകയായിരുന്നു. ഗുണ്ടാ തലവനാണ് ഇദ്ദേഹം, ഗുണ്ടാ നേതാവാണ്. ലഹരിയുടെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അയാൾ വ്യക്തിപരമായിട്ട് അയാളെ അറിയുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ ഭയപ്പെടുന്നുണ്ട്, നാട്ടുകാർ. അത്തരത്തിൽ പക്ഷേ പേഴ്സണലായിട്ട് പലരും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവാണ്. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, FIR എടുത്തിട്ടുണ്ട്. നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവാണ്. ലഹരി മാഫിയ ഈ തൃത്താലയിൽ വരെ ഈ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു ബുദ്ധിമുട്ടിക്കുന്ന വളരെ ഒരു കേസ് അറിയപ്പെട്ടത്. സിയിൽ നിന്ന് ഏറ്റിറങ്ങി നമ്മുടെ ഈ തൃത്താല പ്രദേശത്ത് ലഹരി മാഫിയ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ കുന്നുപ്രദേശങ്ങളിലൊക്കെയാണ് ഇവർ തമ്പടിക്കുന്നത്. കാഞ്ഞിരത്താണി, കുമരനല്ലൂർ, ആലൂര് തുടങ്ങി കപ്പൂര് ഈ മേഖലയിലാണ്, ആ കുന്നു മേഖലകളിലാണ് ഇവരെ മെയിൻ കേന്ദ്രം. ഇവിടെ നിന്നുള്ള ഉപശാഖ, ഇവിടെ നിന്നുള്ള വിതരണമാണ് ചങ്ങരംകുളത്തേക്ക് എത്തുന്നത്. ചങ്ങരംകുളത്തുള്ള ടീം ഇതിൻ്റെ ചെറിയ ടീമാണെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ അറിയാത്ത രീതിയിൽ ഇവിടുത്തെ കുടുംബങ്ങളെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ മാഫിയ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിയിൽ ഇർഷാദിന്റെ തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റു. ആയുധം ഉപയോഗിച്ചുള്ള കുത്തിൽ ഇർഷാദിന്റെ കണ്ണിന് മുകളിലും പരിക്കേറ്റു. കാറിന്റെ റോഡിലും പവർ വിൻഡോ സംവിധാനവും ഇയാൾ തകർത്തു. തന്നെ താമസിയാതെ വധിക്കുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയതായും ഇർഷാദ് പറഞ്ഞു. ലഹരി കേസുകളിലും മറ്റു പല കേസുകളിലും പ്രതിയാണ് ഇയാളെന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലായതായും ഇർഷാദ് പറഞ്ഞു. സംഭവത്തിൽ ഇർഷാദിന്റെ പരാതിയിൽ ചങ്ങരകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ, തൃത്താല.